ഹലോ, അസ്സലാമു അലൈക്കും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വിവാദമായി കൊണ്ടിരിക്കുന്നത് നൂറെ ഹബീബ് ആറ്റക്കോയ തങ്ങളെ കുറിച്ചാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ട്രോളുന്നവർ ട്രോളട്ടെ. ട്രോളുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം ഒരു അഹ്ലു ബൈത്താണ്, റസൂലിൻ്റെ കുടുംബമാണെന്നുള്ളൊരു ഓർമ്മ ട്രോളുന്നവർക്ക് ഉണ്ടായിരിക്കണം. അത് നല്ലതാണ്. കാരണം അദ്ദേഹം സാധാരണക്കാരൻ്റെ പോലെ ഒരു മനുഷ്യനല്ല. അദ്ദേഹം മുത്തറസൂലിൻ്റെ കുടുംബമാണ് എന്നുള്ളൊരു ഓർമ്മ ഉണ്ടായിരിക്കൽ ഏറ്റവും നല്ലതാണ്. ഈ പറയുന്ന കാര്യത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അതോ പ്രതികൂലിക്കുകയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മജ്ലിസിലേക്ക് കടന്നു പോവുകയാണ്. അദ്ദേഹം ഇന്ന് ഒരുക്കിയിട്ടുള്ളത് 8000 പേർക്കുള്ള ഭക്ഷണമാണ്. ഇതുപോലത്തെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മനുഷ്യന്മാരെ എന്തിനാണ് നമ്മൾ ട്രോളിയിട്ട് നമ്മളുടെ അമലുകൾ ഇല്ലാതാക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നോമ്പൊക്കെയാണ്, നമ്മൾ മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറഞ്ഞിട്ട് നമ്മളുടെ അമലുകൾ വെറുതെ കളഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എനിക്ക് പറയാനുള്ളത്, ഇന്ന് അദ്ദേഹം 8000 പേർക്കാണ് ഭക്ഷണം ഒരുക്കിയിട്ടുള്ളത്. 8000 പേർക്ക് ഭക്ഷണം ഒരുക്കിയ ആ മനുഷ്യൻ്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം എന്താണെന്ന്. ഫുഡുണ്ട്, ബിരിയാണി ഉണ്ട്. ഇന്ന് എത്ര ആൾക്കാർക്കില്ല? അപ്പോൾ സഹോദരന്മാരെ, നമ്മളെ നൂറെ ഹബീബ് മജ്ലിസാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. റമദാൻ 22-ന് വൈകുന്നേരം അസറിന് ശേഷമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഫുഡ് വെക്കുന്ന ആളോട് നമുക്ക് സംസാരിക്കാം. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയും. എൻ്റെ പേര് സലീം. എത്ര പേർക്കാണ് ഇന്ന് ഫുഡ് ഉണ്ടാക്കുന്നത്? 8000 ആൾക്കാർക്ക്. 8000 ആൾക്കാർക്കാണ് ഇന്ന് ഫുഡ് ഉണ്ടാക്കുന്നത്. നിങ്ങളല്ലേ ഉണ്ടാക്കുന്നത്? എത്ര ചെമ്പാണ്? 16 ചെമ്പ് ഇന്ന് ഉണ്ടാക്കിയതാണ്. ബീഫാ? ബീഫ്. നല്ല എത്ര എണ്ണാണ്? 3 വലിയ പോത്ത് അല്ലേ? ബീഫ്. അപ്പോൾ 8000 ആൾക്കാർക്കാണ് ഇദ്ദേഹം 500 കിലോ ബീഫ്. 500 കിലോ ബീഫ്, പിന്നെ 7 കിൻഡൽ അരി. അപ്പോൾ ഇദ്ദേഹമാണ് അവിടെ ഫുഡ് ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ നിങ്ങളെ പേരെന്താ? സലീം. വീട് എവിടെയാണ്? ഇവിടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ കൊടക്കാട് തന്നെയാണ് മൂപ്പരെ വീട്. സലീംക്ക 8000 ആൾക്കാർക്കുള്ള ഫുഡ് തയ്യാറാക്കി. ആ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം അസറിൻ്റെ സമയമാണ്. ഇവിടെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ നമുക്ക് ആ കാഴ്ച ഒന്ന് കണ്ടു നോക്കാം. നമ്മളെ സലീം ഖാൻ്റെ ഫുഡാണ് കേട്ടോ. 8000 പേർക്ക് 5 കിൻഡൽ അരി അല്ലേ? 7 കിൻഡൽ അരി, 5 കിൻഡൽ ബീഫ്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നൂറെ ഹബീബ് മജ്ലിസിൽ. ഇവിടുത്തെ കൂടിയിട്ട് ഏകദേശം നമ്മുടെ നാടിൻ്റെ അടുത്ത് തന്നെയാണ് എന്നാണെങ്കിലും. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് അവർ വിഭവങ്ങൾ, ഭക്ഷണം പാകം ചെയ്യുന്ന, തയ്യാറ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കൊടക്കാടിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره